ചിക്കൻ ഫുഡ് ചാലഞ്ച്. അങ്ങനെ നമ്മൾ ഈ ഒരു ഫുഡ് ചാലഞ്ച് തുടങ്ങുന്നത് ഒരു 10-11 മണിയാകുമ്പോഴാണ്. സൊമാറ്റോ വഴി ഓർഡർ ചെയ്തിട്ടാണ് ഈ രാവിലത്തേതും ഉച്ചക്കത്തേതും നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ടാക്കൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ടാക്കൂസ് എന്ന് പറഞ്ഞാലും ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടായത്. ഉള്ളിൽ വലിയ ചിക്കൻ്റെ പീസ് ഉണ്ട്, മയോണൈസും പിന്നെ എന്ത് സോസാണെന്ന് എനിക്കറിയില്ല, അതെല്ലാം കൂടിയിട്ടുള്ളതാണ്. കാണുമ്പം വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് തോന്നിയെങ്കിലും 2 എണ്ണം നമ്മൾ ഫുള്ളാക്കാൻ അത്രയും മതി. അപ്പോൾ ചെറിയ പാക്കറ്റ് സോസ് ഒന്ന് കുറച്ച് മാത്രം ഞാൻ മുകളിലത്തെ പോർഷനിലൊന്ന് ആക്കി കൊടുത്തിട്ടാണ് തിന്നിന്. ആദ്യത്തെ ബൈറ്റ് എടുത്തൊന്ന് ചവച്ച് ഇറക്കുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് വന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ആ ചിക്കൻ എന്ന് ഇതുവരെ നിങ്ങളിത് ഓർഡർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു സംഭവം എന്തായാലും കഴിച്ചു നോക്കണം. കഴിക്കാത്തവർ നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ചിക്കനിന്ന് കഴിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ അല്ല, മുമ്പ് ഒരിക്കൽ ഈ ഫ്രൈഡ് ചിക്കനില്ലേ, അത് ചിക്കനിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷേങ്കിൽ KFC ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രൈഡ് ചിക്കൻ KFC തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ ഉള്ളത് ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു. ഈ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഉള്ളിൽ ചെറിയൊരു പാക്കറ്റ് ഫ്രൈസും കൂടി ഉണ്ട്. അതിനകത്ത് എന്തിനാണെന്ന് എനിക്കറിയില്ല. എന്തായാലും എല്ലാം നണുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒടിഞ്ഞു കുത്തിയതുപോലെ ഉണ്ടായിരുന്നു. ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാൻ സോസ് പൊട്ടിച്ച് അതിൻ്റെ അത് കുറച്ചായിട്ട് മുക്കിയിട്ട് ഒരു 6 പീസോളം ഈ ഒരു ഫ്രഞ്ച് ഫ്രൈ തിന്നു. എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമല്ല. 2-3 തിന്നാം, അതിൽ കൂടുതൽ തിന്നാൻ പറ്റില്ല, ഇഷ്ടമല്ല. അപ്പോൾ ഉച്ചക്കത്തേക്ക് അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്കും ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു. ഫ്രൈഡ് ചിക്കൻ്റെ കളർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കരിഞ്ഞ പോലെയുള്ളത്. അതെന്താകുമ്പോൾ അങ്ങനെ കുറച്ചൊരു എരിവും കൂടിയുണ്ട് അതിന്. ഞാൻ സ്പൈസി ഒന്നും അല്ല ഓർഡർ ചെയ്തതിന്, അപ്പോൾ അത് എരിവ് കൂടിയുണ്ട്. എന്തായാലും നമ്മളുടെ സ്വന്തം ലെഗ് പീസ് വന്നപ്പോൾ കണ്ടപ്പോൾ ഒരാശ്വാസം. സോസിൽ മുക്കി തിന്നു. അടിപൊളിയായിരുന്നു അങ്ങനെ തിന്നുമ്പോൾ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ 2 പീസ് ഫ്രൈഡ് ചിക്കനാണ് കഴിച്ചിട്ടുള്ളത്. എന്തായാലും തിന്നുമ്പോൾ നമ്മൾ ആസ്വദിച്ച് തിന്നണമല്ലോ, അങ്ങനെ ആസ്വദിച്ച് തിന്നു. അങ്ങനെയല്ല, അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് കുറേ ക്ഷീണമായി. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഈ ഒരു ചിക്കൻ പോപ്സ് ഇതാണ് എടുത്തിട്ടുള്ളത്, കുഞ്ഞി. അത് എനിക്ക് എന്താണെന്നറിയില്ല, അതിനൊരു ഉപ്പില്ലാത്തത് പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. അത് വലിയൊരു ടേസ്റ്റ് ഇല്ല. എന്തായാലും ഒരു 4 പീസോളം ഞാനത് കഴിച്ചിട്ടുണ്ട്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കഴിക്കുമ്പോൾ വീട്ടിൽ കുട്ടികളില്ലേ, കുട്ടികൾക്ക് കൊടുക്കളില്ലേന്ന്. കുട്ടികൾ വലിയ കുട്ടികളല്ല, ചെറിയ കുട്ടികളാണ്. അവർക്ക് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. ഈ സോസ് മയണൈസൊന്നും ആക്കിയത് അവർ കഴിക്കൂല. പിന്നെ ഈ ഫ്രൈഡ് ചിക്കനെല്ലാം ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും കഴിക്കും. എപ്പോൾ അവർക്ക് പിടിക്കണമെന്നില്ലല്ലോ, നമ്മളെപ്പോലെ അല്ലല്ലോ. അപ്പോൾ ചാലഞ്ച് ചെയ്യുന്നത് എനിക്കായിട്ടുള്ള ചാലഞ്ചാണ്. നമ്മൾ എല്ലാവരെയും ഹെൽത്ത് നോക്കണം, എല്ലാവരും ഈ ചാലഞ്ച് ഫോളോ ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. രാത്രിയിലേക്ക് നമ്മളിത് വാങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബർഗറാണ്. സാൻഡ്വിച്ച് എന്നല്ല, ബർഗർ തന്നെയാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ക്രിസ്പി ചിക്കനെല്ലാം ഉള്ളിലുള്ള ബർഗർ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചൂടുണ്ടായത് കൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല ഹെവി ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ദിവസം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനിയും ഒരുപാട് ചാലഞ്ചസ് ചെയ്യും. നിങ്ങൾക്കുള്ള ഒപ്പീനിയൻസ്, സജഷൻസ് എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് ചാലഞ്ചസ് ചെയ്യണം എന്നുണ്ട് അതൊക്കെ പറയണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.